സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരായ ലൈംഗിക ആരോപണത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് അറിവുണ്ടായിരുന്നുവെന്ന് സൂചന. ലൈംഗിക പീഡനത്തിന് ശ്രമിച്ച ചീഫ് ജസ്റ്റിസ് പിന്നീട് ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. 22 ജഡ്ജിമാർക്കയച്ച സത്യവാങ്മൂലത്തിലാണ് സുപ്രീം കോടതിയിലെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റായിരുന്ന 35-കാരി ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചത്. 2016 മുതൽ രഞ്ജൻ ഗൊഗോയുടെ ഓഫീസിൽ ജോലി ചെയ്തു വന്ന യുവതി 2018 അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയതോടെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഓഫീസിലേക്ക് മാറി. ഇക്കാലത്താണ് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതെന്നാണ് ആരോപണം. ഭർത്തൃ സഹോദരന് ചീഫ് ജസ്റ്റിസിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ജോലി തരപ്പെടുത്തി നൽകി. ഒക്ടോബർ 9 ഭർത്തൃ സഹോദരന് നിയമന ഉത്തരവ് ലഭിച്ചതിന്റെ അടുത്ത ദിവസമാണ് ചീഫ് ജസ്റ്റിസ് ലൈംഗിക താൽപര്യത്തോടെ സമീപിച്ചത്. തന്നെ ബലമായി ആലിംഗനം ചെയ്ത രഞ്ജൻ ഗൊഗോയെ തള്ളിമാറ്റി പുറത്തു കടന്നു. പിന്നീട് ഇക്കാര്യം പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെടുകയും താനാണ് തെറ്റ് ചെയ്തതെന്ന മട്ടിൽ എഴുതി വാങ്ങുകയും ചെയ്തു. ഡൽഹി പോലീസ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തന്നെക്കൊണ്ട് ചീഫ് ജസ്റ്റിസിന്റെ ഭാര്യയോട് മാപ്പ് പറയിപ്പിച്ചു. ശേഷം സുപ്രീം കോടതിയിലെ പല വകുപ്പുകളിലായി ട്രാൻസ്ഫർ ചെയ്യുകയും ഡിസംബർ 21 വകുപ്പ് മേധാവികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് കാട്ടി ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പ്രതികാര നടപടി അവിടെയും തീർന്നില്ല. ഡൽഹി പോലീസിലുണ്ടായിരുന്ന ഭർത്താവിനെയും ബന്ധുവിനെയും കാരണമില്ലാതെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ആരോപണത്തിന് തെളിവായി ദൃശ്യങ്ങളും സത്യവാങ്മൂലത്തോടൊപ്പമുണ്ട്. യുവതിയുടെ പരാതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് മുമ്പിലും എത്തിയിരുന്നതായാണ് സത്യവാങ്മൂലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. മീഡിയ 1 ഡൽഹി.